ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയേഴ്സ്. എന്തു പറയുന്നു? പലരും പല സാഹചര്യത്തിലും പല സമയത്തും നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ മാനസികമായിട്ട് അറിഞ്ഞോ അറിയാതെയോ പീഡിപ്പിക്കുന്നവരുണ്ട് അല്ലേ? അത് ചിലപ്പം നമ്മുടെ ചുറ്റുപാടും ഉള്ളവരായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവരായിരിക്കാം, മക്കളായിരിക്കാം, ഭർത്താവായിരിക്കാം. ഓരോരുത്തരും പല സാഹചര്യങ്ങളിലായിട്ട് അവരിൽ നിന്നെല്ലാം നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനായിട്ടും ചില കാര്യങ്ങളും കാരണങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചില കശപശകൾ, എല്ലായിടത്തും ഒന്നുമില്ല, ഒരു 90% വീടുകളിലും എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വേറൊരു സാഹചര്യത്തിൽ ജനിച്ച് വളർന്നവരാണ്. അത് എല്ലാം വിട്ട് പുതിയൊരു സാഹചര്യത്തിലേക്ക്, പുതിയൊരു വീട്ടിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്. അവിടുത്തെ ചുറ്റുപാടുകളും അവിടുത്തെ സംസാരങ്ങളും ആളുകളെയും ഒക്കെ നിങ്ങൾക്ക് സുപരിചിതരല്ല. അതായത് നിങ്ങൾക്ക് പുതുമയുള്ളവരാണ്. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം അതേ രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതേ രീതിയിൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അതായത് അവർക്ക് മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ലേഡീസ് തമ്മിലാണല്ലോ. അമ്മായിയും മരുമകൾ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ മെയിനായിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊരു മരുമകളെ കൊണ്ടുവരുമ്പോൾ ഈ അമ്മായിയമ്മയ്ക്ക് ഭയങ്കര പ്രതീക്ഷകളൊക്കെ ആയിരിക്കും. ഈ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ. എൻ്റെ മരുമകൾ ഇങ്ങനെയായിരിക്കണം, അവരങ്ങനെയായിരിക്കണം, ഇവരിങ്ങനെയായിരിക്കണം, എന്നോട് ഇങ്ങനെയായിരിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നവരായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഓവർ എക്സ്പെക്റ്റേഷൻസ് ഇവരിൽ ഉണ്ടാവും. പ്രത്യേകിച്ചും പ്രായവും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകും. ഈ മകൾ എന്താണ്, അവർ വേറൊരു വീട്ടിൽ നിന്നും പുതുതായിട്ടൊരു സാഹചര്യത്തിലേക്ക് പറിച്ച് നടന്ന ഒരു കുട്ടിയാണ്. അവർക്ക് ഇതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് ആയി വരാനായിട്ട് കുറച്ച് സമയമെടുക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷേങ്കിൽ ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന അമ്മ ആ ഒരു ചിന്തയൊന്നും അവരുടെ മനസ്സിലൂടെ ഇല്ല. വന്ന് കയറുമ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മരുമകൾ എന്ന ഒരു ചിന്ത ഇവരിലേക്ക് വരുമ്പോൾ, അത് കിട്ടാതെ വരുമ്പോൾ, അങ്ങനെ നടക്കാതെ വരുമ്പോഴൊക്കെയാണ് ഈ എന്താ പറയുക, മാനസികമായിട്ടുള്ള ടോർച്ചറിങ് കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അങ്ങനെയുള്ളത് ഒരു സെക്ഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ പുറമേക്കുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും അതായത് നമ്മളൊരാളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന രീതിയിലല്ല അവരത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ നമ്മളത് ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് വരുന്നതാണ്. അതായത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിലേ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അപ്പം അയാൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല അല്ലേ? ചിലരെക്കുറിച്ച് നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അവർ എന്നോട് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാം. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ട് അവരിൽ നിന്നും അത് കിട്ടാതെ വരുമ്പോഴൊക്കെ നമുക്കിതുപോലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് നമ്മൾ എന്താ പറയുക, ഇമോഷണലി നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇന്ന രീതിയിലൊക്കെയാണ്. എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ക്യാച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട്. പക്ഷെ നമുക്ക് അറിയില്ലാത്തൊരു വ്യക്തി ചിലപ്പോൾ നമ്മളോട് ഈ സെയിം വേർഡ്സ് അറിയില്ലാത്തൊരു വ്യക്തി പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേ കേട്ട് ഇതിലേ അങ്ങോട്ട് വിടും. അതായത് നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയില്ലാത്തൊരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇതിലേ കേട്ടതിലേ അങ്ങോട്ട് വിടും. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചെറിയൊരു കാര്യം മതിയായിരിക്കും, നിങ്ങൾക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇനി ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
അതെന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് എപ്പോഴും ഒന്നും നമുക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. എന്നാലും മാക്സിമം നമ്മൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ബുദ്ധിമുട്ടിൽ നിന്നും ഒരു പരിധി വരെ നമുക്കൊന്ന് എന്താ പറയുക രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതായത് ഏതൊരു വ്യക്തിക്കും നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും നമ്മളൊരു ബൗണ്ടറി നിശ്ചയിക്കുക. അതായത് എൻ്റെ ജീവിതത്തിൽ അവർക്ക് ഇടപെടാനായിട്ടുള്ള ഒരു സ്പേസ് അത് അവിടെ നിർത്തുക. അതിനിപ്പുറത്തേക്ക് വന്നിട്ട് അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനോ ഇരുന്ന് കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മളിപ്പം ലേഡീസിനെ തന്നെ പിടിക്കുക കേട്ടോ. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര അമ്മായിമ്മ പറയുന്നത് കേൾക്കുന്നു, അമ്മായിപ്പം പറയുന്നത് കേൾക്കുന്നു, ഹസ്ബൻഡ് പറയുന്നത് കേൾക്കുന്നു, എല്ലാവരോടും ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അവരങ്ങനെ ഞാൻ ഇന്ന് അവിടെ അമ്മ ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കും ചേട്ടാ ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ. അതുപോലെ അവരുടെ അഭിപ്രായങ്ങൾ അവർ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു സാധനം വേണം ഞാനിതൊന്ന് വാങ്ങിക്കോട്ടെ. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ മറ്റുള്ളവരുടെ അനുവാദം ആദ്യമേ തന്നെ ചോദിച്ചു തുടങ്ങും. അങ്ങനെ നമ്മളൊരു കാര്യം അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം പുറത്തേക്ക് വരും. അതായത് നമ്മൾ ആ സമയത്ത് നല്ല പുള്ള ചമയുന്നതാണ് വലിയ സംഭവമായിട്ട്. പക്ഷേങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ അനുവാദം വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ നമുക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ചിലർ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി ഓവറായിട്ട് കിടന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാനും നിങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും പുറമേ നിന്നുള്ളവർ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഓവറായിട്ട് അഭിപ്രായം പറയാനായിട്ടും ഒക്കെ തുടങ്ങും. അപ്പം അതിനൊക്കെ നമ്മൾ ഒരു ഗ്യാപ്പ് ഒരു ബൗണ്ടറി നിശ്ചയിക്കുക. ഇപ്പുറത്തേക്ക് സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി വേറെ ആരെയും അനുവദിക്കാതിരിക്കുക. അവരുടെ അഭിപ്രായം എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ട്. ഇപ്പുറത്തേക്ക് കടക്കാതെ അതിനപ്പുറത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നെല്ലാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു, അത് നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ ഒരു കാര്യത്തിൽ. പക്ഷേ അടുത്ത ആൾ രണ്ടാമതൊരാൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് അയ്യോ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്യല്ലേ, അത് അങ്ങനെയല്ല ഇതിങ്ങനെ ഈ രീതിയിൽ നിന്ന് ചെയ്തേ. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കൊന്നും അവിടെ ഒരു വിലയില്ല. രണ്ടാമത് അവർ പറയുന്ന ഒരാളുടെ അവരുടെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ ആയിപ്പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം നമ്മൾക്ക് തന്നെയാണ് എന്നുള്ളതിൽ നമ്മളൊരു ബൗണ്ടറി നിശ്ചയിക്കുക. ചിലരെ നമ്മൾ അതിനുള്ളിലേക്ക് കടത്തും, ചിലരെ നമ്മളതിൻ്റെ പുറമേ തന്നെ നിർത്തും. അങ്ങനെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. കാരണം അവരവരുടെ ആ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലേക്കൊരു പരിധി കൂടുതൽ ഇവരിങ്ങനെ ഇടിച്ചങ്ങോട്ട് കയറത്തില്ല. മനസ്സിലാവുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും ആയിക്കോട്ടെ നമ്മൾ സഡൻ റിയാക്ഷൻസ് എടുക്കാതിരിക്കുക. ഇന്നലെ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവം ഉണ്ടായ ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കാര്യം ചിലപ്പം അത് സത്യമായിരിക്കണമെന്നില്ല. പക്ഷേ അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. എവിടെന്നെങ്കിലും കേട്ടറിവ് കൊണ്ടോ കണ്ടറിവ് കൊണ്ടോ അവരത് പൂർണ്ണമായിട്ടുള്ളൊരു രീതിയിൽ ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു അറിവ് കിട്ടാതെ ആയിരിക്കാം നമ്മളോട് തർക്കിക്കാൻ വരുന്നത്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറി അങ്ങോട്ട് റേസ് ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിനെ എതിർക്കും. അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, പൂർണ്ണമായിട്ടും തെറ്റാണെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് അങ്ങനെ ചെയ്തത് കൊണ്ട് ഈ പറയുന്ന രണ്ടാമത്തെ ആൾ ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അത് വലിയ സീരിയസ് ആയിട്ടുള്ള തർക്കമല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു സംസാരം ടോക്ക് അവിടെ ഉണ്ടാകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ആലോചിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പോകത്തില്ല. മനസ്സിലിങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ പറയുന്ന കാര്യം തെറ്റാണെന്ന് അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓവറായിട്ട് അങ്ങോട്ടേക്ക് ആ ഒരു രീതിയിൽ നമ്മൾ പറയാതിരിക്കുക. കാരണം അവരോട് ആ ഒരു സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് കേൾക്കില്ല. അവർ വിചാരിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ
സത്യമാണ് എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുമ്പോൾ അത് തെറ്റാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊരു പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് അംഗീകരിക്കണമെന്നില്ല. പക്ഷേങ്കിൽ ആ സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ട് അവർ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ അവരത് മനസ്സിലാക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇതല്ല നമ്മളിങ്ങനെ അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊട്ട് അംഗീകരിക്കത്തുമില്ല, നമുക്ക് ദേഷ്യം വരികയും ചെയ്യും. മനുഷ്യനാണല്ലോ, ദേഷ്യം വരികയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് നമ്മൾ ആലോചിക്കും. മനസ്സിലായി? അതായത് സഡൻ റിയാക്ഷൻസ്, സഡൻ ആക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് കയറി എതിർക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം ഇന്ന് നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. ആർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ കേൾക്കുന്ന അവർക്കും അതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, നമുക്കും അതുണ്ടാവും. നമ്മളതിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലേ? ഇന്നലെ വൈകുന്നേരം ഒരു ഉണ്ടായ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ എങ്കിൽ അത് നമുക്ക് പിന്നീടത് പറയുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എന്താ പറയുക, മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതായത് അതുപോലെ തന്നെ കൂടുതൽ ഇമോഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. എന്താ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ്, ആകാശദൂത്, പിന്നെ അങ്ങനെ കുറേ ഇമോഷണലി നമ്മൾ എടുക്കുന്ന കുറേ സിനിമകളുണ്ടല്ലോ. അതായത് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവുന്ന സിനിമകൾ. അതായത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കും, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കണം. നമ്മുടെ ലൈഫ് പോലെ നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്കതിൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ നിങ്ങൾ വല്ല ജാപ്പനീസ് സിനിമയോ അല്ലെങ്കിൽ വല്ല കൊറിയൻ സിനിമയോ അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഭാഷ കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. നമ്മൾ ഈ കാണുന്ന ചേഷ്ടകളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ എടുക്കുന്നില്ല. നമുക്കത് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതല്ല. അതായത് ഇമോഷൻസ് കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാത്തത് കൊണ്ട് മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുകയില്ല. മനസ്സിലായി? അതുപോലെ തന്നെയാണ് ഇപ്പം ഈ മനുഷ്യരുടെ കാര്യം. അവർ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു ഇമോഷൻസ് കൂടുതൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇതിലേക്ക് അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ, നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയേക്കുക. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴല്ലേ ആ ഒരു പ്രശ്നം വരത്തുള്ളൂ. അവരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അവിടെ അങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയുമില്ല. നമുക്ക് ഈ പറയുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിയിൽ കൂടുതൽ ആവുകയുമില്ല. അപ്പം നമ്മുടെ ബൗണ്ടറി എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ ലൈഫിൽ ആരൊക്കെ ഇടപെടണം എന്ന കാര്യത്തിലും നമ്മൾ തീരുമാനമെടുക്കുക. അപ്പോൾ ഈ പറയുന്ന ടോർച്ചറിങ്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർ നമ്മളിലേക്ക് ഉണ്ടാക്കാതിരിക്കും. അത് നമ്മൾ കാലക്രമേണ ചെയ്ത് ആക്കിയെടുക്കേണ്ട കാര്യമാണ്. എല്ലാവരെയും അതല്ല പറഞ്ഞത്, എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തണം എല്ലാവരെയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ലൈഫാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നമ്മളാണ്. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.